സിജോക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അഭിഷേക് അവിടെ ഇരുന്ന് നന്ദനയുടെ അടുത്ത് സംസാരിക്കുന്നത് സിജോനെ കുറിച്ചാണ്. സിജോ പറയുന്നതൊന്നും തന്നെ വിശ്വസിക്കരുത്, സിജോ പറയുന്ന വഴിയിലൂടെ പോവരുത്, നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാണ് സിജോ ചെയ്യുന്നതെന്ന് നന്ദനയുടെ അടുത്ത് ഉപദേശിച്ചു കൊടുക്കുകയാണ് അഭിഷേക്. സിജോയ്ക്ക് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ മാത്രമാണ്. സിജോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫിസിക്കലായിട്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, എനിക്ക് ആകെയുള്ളത് ഈ നാക്കും തലയും ആണെന്ന് സിജോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിജോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് മാനിപ്പുലേഷൻ എന്നുള്ള രീതിയിലാണ്. ആ രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പല കാര്യങ്ങളും ഉപദേശിക്കും, പല രീതിയിലുള്ള ഗെയിമുകൾ പറയും. പക്ഷെ അതിലൊന്നും ചെന്ന് ചാടരുത് എന്നാണ് നന്ദനയെ ഉപദേശിക്കുന്നത്. നിനക്ക് എന്താണോ തോന്നുന്നത് ശരിയെന്ന്, നിനക്കെന്താണോ ഗെയിം കളിക്കാൻ തോന്നുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോവുക, അല്ലാതെ സിജോ പറയുന്നതിനനുസരിച്ച് ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നന്ദന പറയുന്നുണ്ട്, ഇല്ല ഞാൻ എനിക്ക് തോന്നുന്നതാണ് ചെയ്യുന്നത്, അല്ലാതെ ഞാൻ കേൾക്കുന്നില്ല എന്ന് നന്ദന പറയുമ്പോൾ അവിടെ അഭിഷേക് പറയുന്നുണ്ട്, ഞാൻ അവരുടെ കൂട്ടത്തിൽ പോയിരുന്ന് അവർ സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾക്കാറുണ്ട്, അവൻ പറയുന്നത് മുഴുവൻ താലാട്ടി സമ്മതിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും അവൻ പറയുന്ന ഗെയിം ഞാൻ കളിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അടുത്ത ആഴ്ച ഈ ആഴ്ച നന്നായിട്ട് ഗെയിം കളിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോ ടാസ്ക് ഒരുങ്ങുമ്പോഴും ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തുകൊണ്ട് ഞാൻ ചെയ്യും. പക്ഷേ അവൻ ഉദ്ദേശിക്കുന്നത് എന്നെ കൊണ്ട് വേറെ കളി കളിപ്പിക്കാനാണ്, അതൊന്നും നടക്കത്തില്ല എന്നാണ് അഭിഷേക് പറയുന്നത്. പിന്നെ ഇന്ന് ഇപ്പോൾ പവർ റൂമിലേക്ക് നന്ദന കയറിയത് സിജോയുടെ ഔദാര്യത്തിലാണ് എന്നുള്ള രീതിയിലാണ് നന്ദനയുടെ അടുത്ത് പറഞ്ഞു പിടിപ്പിച്ചിട്ടുള്ളത്. അത് നന്ദന പറയുകയും ചെയ്തു, എനിക്കിപ്പോൾ പവർ റൂമിൽ കയറണ്ട എന്ന് തോന്നാണ്, കളിച്ചിട്ട് ജയിച്ചിട്ട് കയറിയാൽ മതിയായിരുന്നു. ഇപ്പം ഏതാണ്ട് അവരുടെ ഔദാര്യത്തിൽ കയറിയ മട്ടാണ്. അവർ രണ്ടുപേരും ഗെയിം കളിച്ചിട്ട് അവിടെ സിജോയ്ക്ക് പുറത്തിരിക്കാനാണ് താല്പര്യം എന്നുള്ളത് കൊണ്ട് എന്നെ ഉള്ളിലേക്ക് കയറ്റി വിട്ടു. അവരുടെ ഔദാര്യത്തിൽ കയറിയൊരു മട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്, ആ രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എന്നും നന്ദന പറയുന്നുണ്ട്. അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട്, അത് തന്നെയായിരുന്നു അവരുടെ ഗെയിം, അതായിരുന്നു, ഇപ്പം നിനക്കങ്ങനെ തോന്നുന്നില്ലേ? അപ്പം അതാണ് പറഞ്ഞത്, സിജോനെ വിശ്വസിക്കരുത്, സിജോ നടത്തുന്നത് മാനിപ്പുലേഷനാണ് സിജോയുടെ ഇപ്പോഴത്തെ ഗെയിം, അതിൽ വീഴരുത് എന്ന് നന്ദനയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിഷേക്.